ഒരു 3-3.5 മണിക്കൂറോളം ഖത്തറിൽ നിരന്തരമായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. വലിയ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായി. അമേരിക്കയുടെ അൽ-ഉദൈദ് എയർ സ്പേസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും സ്ഫോടനങ്ങൾ. എന്തായാലും നിലവിൽ ദോഹ ശാന്തമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബഹ്റൈൻ അടക്കം ഗൾഫ്, കുവൈറ്റ് അടക്കം ബഹ്റൈൻ അടക്കം റിയാദ് അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നിലവിൽ അത്തരത്തിൽ മാരകമായ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഖത്തറിൽ സ്ഫോടന ശബ്ദം കേട്ട് കുറേ സമയമായി എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഏതെങ്കിലും അങ്ങനെ അല്ലാത്ത ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എന്തായാലും ആയത്തുള്ള അലി ഖമനെയും പ്രസിഡന്റ് പെഷസ്ക്യാനെയും ലക്ഷ്യം വെച്ച് രണ്ടുപേരെയും കൊല്ലുക എന്ന ലക്ഷ്യത്തിലേക്ക് ആയിരുന്നു കൃത്യമായും ഇസ്രായേലിനെ അമേരിക്കയുടെ പ്രിസൈസ് ആക്രമണം. അതിൽ ആയത്തുള്ള അലി ഖമനയുടെ കൊട്ടാരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർക്കാൻ കഴിഞ്ഞു ഇസ്രായേൽ. പക്ഷേ ഈ രണ്ടുപേരെയും ഖമനെയും പെഷസ്ക്യാനെയും കൊല്ലുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഖമനെയെ വധിച്ചു എന്നൊരു സ്ഥിരീകരണം ഇസ്രായേൽ ഇതിനോടകം നടത്തിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് അമേരിക്കയെ അഭിസംബോധന ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അത് വൈകുകയാണ്. അപ്പോൾ ആ ലക്ഷ്യം ഒന്നുകിൽ പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ ട്രംപ് മാധ്യമങ്ങളെ കാണുന്നത് വൈകുന്നത് എന്നറിയില്ല. അവിടെ ഒരു കമാൻഡറെ ഇസ്രായേൽ വധിച്ചു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചബഹാർ തുറമുഖത്ത് വലിയ സ്ഫോടനം എന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ US ഫോർത്ത് ഫ്ലീറ്റ് എയർബേസ് ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ ഉണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ തിരിച്ചടിയിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ബഹ്റൈനിലാണ് എന്ന് കൃത്യമായി തന്നെ പറയാം. ഖത്തറിലെ അൽ-ഉദൈദ് എയർബേസ്, കുവൈറ്റിലെ അൽ-സാലേം എയർബേസ്, UAE-ലെ അൽ-ദഫ്ര എയർബേസ്, ബഹ്റൈനിലെ US ഫിഫ്ത്ത് ഫ്ലീറ്റ് ബേസ്, അതിന്റെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ ബഹ്റൈനിലെ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് US ഫിഫ്ത്ത് ഫ്ലീറ്റിലേക്ക് ഇറാന്റെ ഷഹീദ് 136 മിസൈലുകൾ അയച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. സുഹൈൽ മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ ചെയ്യുന്നു. സുഹൈൽ, എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ട മാരകമായ സ്ഫോടന ശബ്ദങ്ങൾ നിലവിൽ അങ്ങനെയുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. നല്ല കാര്യം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ യുദ്ധോക്തി അല്ലെങ്കിൽ യുദ്ധവിരാമത്തിനുള്ള ചർച്ചകളൊന്നും കാര്യക്ഷമമായി എവിടെയും നടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വ്ളാഡിമിർ പുടിൻ ഒരു സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ. സുഹൈൽ, അതിന്റെ രാഷ്ട്രീയ ആശാവഹമായ വാർത്ത എവിടെ നിന്നും വരുന്നില്ല. ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരിപ്പിലാണോ ലോക നേതാക്കൾ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ തുടരെ സ്ഫോടനം നടക്കുന്ന റിപ്പോർട്ടുകളില്ല. പ്രത്യേകിച്ച് അവിടെ നോമ്പുതുറ സമയം കൂടിയാണ്. ഇപ്പോൾ ആ ഒരു ഗ്യാപ്പാണോ കൂൾ ഓഫ് ടൈം ആണോ എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും ഇറാൻ പിന്നോട്ട് പോയിട്ടില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആയത്തുള്ള ഖമേനിയും പെഷസ്ക്യാനെയും അടക്കം വധിച്ചെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഈ കാര്യത്തിൽ ഇസ്രായേലിൽ നിന്നും സ്ഥിരീകരണമോ ഇറാനിൽ നിന്നും സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചടി ഈ മട്ടിലായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പവർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതൊരു റിലീജിയസ് പവർ കൂടിയാണ്. അവർക്ക് ആത്മീയമായ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആയത്തുൽ ഖമേനി. അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കനത്ത പ്രത്യാഘാതങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഈ കണ്ട തോതിലായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ആക്രമണം എന്ന കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ സംശയവും ഉണ്ടാകില്ല. പക്ഷേ ഈ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമെന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ ഈ വൈകിയ മണിക്കൂറിലും അങ്ങനെ ഒരു വാർത്ത വരുന്നില്ല, അഭിസംബോധന ചെയ്തിട്ടില്ല. അതായത് ഇത് സംബന്ധിച്ച് ഈ പറയുന്ന അൽ-ഖമീനിയുടെ കൊലപാതകമോ അല്ലെങ്കിൽ അൽ-ഖമീനി ഇല്ലാതാക്കുന്ന വാർത്തയിൽ സ്ഥിരീകരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഇസ്രായേലിൽ നിന്നും ഇത് സംബന്ധിച്ച് കാര്യമായ സ്ഥിരീകരണങ്ങൾ, അതായത് ഒരു അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഒതന്റിക്കായ ഒരു തെളിവായൊന്നും ഇപ്പോൾ ഇസ്രായേലിനും ഈ കാര്യത്തിലൊരു കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ഘട്ടത്തിലായിട്ടില്ല എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു 3 പതിറ്റാണ്ടിന് ശേഷം ഇത്രത്തോളം ഗൾഫ് രാജ്യങ്ങൾ ഒരേ സമയം ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന, സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ മധ്യപൂർവേഷ്യ വിറച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭീകരാന്തരീക്ഷം അവരൊന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇനിയും തുടരെ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയും അവർക്കുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴും ഇറാൻ പറയുന്നത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ മാത്രമാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ജനവാസ മേഖലയിലോ മറ്റോ ആക്രമണം നടത്തിയതായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം അവർ ഈ ആക്രമണത്തെ കണ്ടം ചെയ്യുമ്പോൾ തന്നെ, ഈ അപലപിക്കുമ്പോൾ തന്നെ അവരുടെ പരമാധികാരത്തിൽ ഇറാന്റെ കൈകടത്തലുകൾ അവർ കൃത്യമായ രീതിയിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന ഒരു മുന്നറിയിപ്പും ഇറാന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ മട്ടിലാണെങ്കിൽ, അതായത് റിറ്റാലിറ്റി ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങുന്നു, അതേസമയം ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ തിരിയുന്നു. അങ്ങനെയാണെങ്കിൽ 4 വേലികളിൽ നിന്നും, അതായത് 4 ഭാഗങ്ങളിൽ നിന്നും ഇറാനെതിരെ ആക്രമണം ഉണ്ടാകും. അങ്ങനെ അറ്റാക്ക് ഉണ്ടായാൽ ഇറാൻ അത് കാര്യങ്ങൾ എളുപ്പമാകില്ലേ. അതേസമയം തന്നെ അവിടെയുള്ള ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നം അവരുടെ മുന്നോട്ട് പോക്കിനെ, ആ രാജ്യത്തിന്റെ ഒരു യൂണിഫിക്കേഷനെ, സോളിഡാരിറ്റി എല്ലാം പിന്നോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഇറാനാണ് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി പോകുന്നത്. കാരണം 3 ഭാഗങ്ങളിൽ ആക്രമണം ഈ പറഞ്ഞത് മട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടി അറ്റാക്ക് ചെയ്യാൻ തുനിഞ്ഞാൽ അത് വലിയ
ബുദ്ധിമുട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിലേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്തണമെന്നുള്ളത് അമേരിക്കയെക്കാളും ഇസ്രായേലിനേക്കാളും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെക്കാളും ഇറാനെ സംബന്ധിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് നേരത്തെ UN-നെ സംബന്ധിച്ച് രക്ഷാ കൗൺസിൽ വിളിക്കണം അഭ്യർത്ഥിച്ചത്. ഇതിന് പിന്നാലെയാണ് റഷ്യ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ അമേരിക്ക വിചാരിക്കണം, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ സമാന ശക്തികളായ റഷ്യയോ ചൈനയോ ഇടപെടൽ ഉണ്ടാകണം. ആദ്യഘട്ടത്തിൽ ആശ്വാസമെന്ന മട്ടിൽ റഷ്യ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടൽ എന്ന് പറഞ്ഞാൽ രക്ഷാ കൗൺസിൽ വിളിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ എത്രത്തോളം ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനായില്ല. കാരണം അമേരിക്ക എന്ന വീറ്റോ ശക്തി അവിടെ നിൽക്കുമ്പോൾ ഒരു ശാശ്വതമായ ഒരു യുദ്ധവിരാമം ഉണ്ടാകുമോ, സീസ്ഫയർ ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമുക്കൊരു പ്രത്യാശ എന്നത് വീറ്റോ ശക്തികൾക്കൊക്കെ അപ്പുറം സുഹൈൽ നമ്മൾ കണ്ടതാണ് യുക്രൈൻ യുദ്ധത്തിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു കഴിവുകെട്ട സംവിധാനമാണെന്നും ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേർക്കുനേർന്ന് 4 വർത്താനം പറയാൻ കഴിവില്ലാത്ത സംവിധാനമാണെന്നൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് അത്തരം പ്രതീക്ഷകൾ എന്തായാലും ഈ യുദ്ധത്തിൽ വെച്ച് പുലർത്തേണ്ടതില്ല. ദൗർഭാഗ്യവശാൽ ലോകത്തിന് ആശ്രയിക്കാനുള്ള ഒരു സംവിധാനം അതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.